ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റമദാൻ മാസം ഒന്നല്ല, എന്നാലും ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ റമദാൻ മാസം അല്ലെങ്കിലും നോമ്പെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന നേരത്തിനുള്ള ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനൊരു അടിപൊളി റെസിപ്പി കാണിക്കുന്നുണ്ട്. ഇറച്ചി കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാൻ വിചാരിക്കുന്ന കുറേ ആൾക്കാരൊന്നും അത് കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കേട്ടപ്പോൾ. ഇറച്ചി കേക്ക് എന്ന് വെച്ചപ്പോൾ എന്തൊക്കെ ഇറച്ചി കേക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റം ആണെന്ന് വിചാരിച്ച്. പക്ഷേ ഉണ്ടാക്കി വെക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതാ ഇത്രയും ക്വാണ്ടിറ്റി ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കുക. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ സ്പൈസസ് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇറച്ചി കേക്കിനുള്ള മസാല തയ്യാറാക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി, പച്ചമുളക്, കറി ലീവ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അത്രയും മതിയാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കുക. അതും ജസ്റ്റ് നമ്മൾ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സവോള നന്നായി നമ്മൾ വഴറ്റിയെടുത്ത് ബ്രൗണിഷ് കളറാക്കുന്ന അത്രക്കൊന്നും വേണ്ട. ഇതേപോലെ ജസ്റ്റ് ഒന്ന് നിറം മാറി വന്നാൽ മതി, ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് വന്നാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നിങ്ങൾക്ക് എരിവ് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടാം. അല്ലെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്താലും മതി. നമുക്കിപ്പോൾ ഇവിടെ ഇത്രയും സ്പൈസസ് മതിയാവും. ഇനി ഇതിൻ്റെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഒന്നും കരിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് ചിക്കൻ വേവിച്ചത്. പിന്നെ ബാക്കി ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്പൈസസിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ മസാല റെഡിയായി. പിന്നെ നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. പിക്ക് മല്ലിച്ചപ്പ് കിട്ടിയില്ല, അപ്പോൾ കറി ലീവ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് 4 മുട്ട വേണം. അത് ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറയാൻ മറന്നതായിരുന്നു. ഇത് നമ്മൾ 4 മുട്ടയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓവറായിട്ടൊന്നും ബീറ്റ് ചെയ്യണ്ട, നന്നായി പതപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് ഇതേപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ട് ആ മുട്ട ബീറ്റ് ചെയ്തതും ചിക്കൻ മസാല ഉണ്ടാക്കിയതും കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ. പിന്നെ ഈ മസാല നന്നായി ചൂടാറിയതിന് ശേഷം മതിട്ടോ ഈ മുട്ട ബീറ്റ് ചെയ്തതിൽ ചേർക്കുക. അപ്പോൾ നന്നായി ഇളക്കി മിക്സാക്കി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. അതിൽ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കുക്കർ തന്നെ വേണമെന്നൊന്നുമില്ല, അടി കട്ടിയുള്ള ഏതെങ്കിലും പാത്രമായാലും മതി. ഇനി നിങ്ങളെ വീട്ടിൽ കുഴിഞ്ഞിട്ടുള്ള പാനൊക്കെ ഉണ്ടെങ്കിൽ, നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. മുകൾ ഭാഗമൊക്കെ നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോഴല്ലേ കേക്കൊക്കെ വെന്ത് വന്നിട്ടില്ലെങ്കിൽ കാണാനൊരു രസമൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ കുക്കറിൻ്റെ വിസിൽ വെയിറ്റ് ഞാൻ ഇട്ടിട്ടില്ല, വെയിറ്റ് ഇടാതെയാണ് ഇത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. ഇനി ഇതൊരു 5 മിനിറ്റ്
5 മിനിറ്റ് ഇങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കർ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് അല്ല ഫ്ലെയിം കൊടുക്കുന്നത്, ഇതേപോലെ ഒരു കട്ടിയുള്ള ഒരു തവി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു തവി ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിന് ശേഷം കുക്കർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു 15 മിനിറ്റോളം ഇങ്ങനെ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുക്കറിൽ ബേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അടിഭാഗം വന്നിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ മുകൾ ഭാഗം വേവിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പരന്ന പാൻ എടുത്തിട്ട് അതിലേക്ക് കൊട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് വീണ്ടും വേവിക്കുക. അപ്പോൾ നമ്മളുടെ ഇറച്ചി കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് ഉള്ളി ബജിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. ഉള്ളി ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഡീറ്റെയിൽ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നാണ് വെച്ചെങ്കിൽ പിന്നെ ഞാൻ വേറെ ഒരു എപ്പിസോഡായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി കാണിക്കാം. ഇത് മസാലപ്പുട്ടിനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചീനച്ചട്ടി വെച്ചിക്കാണ്. ഇതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി പച്ചമുളക് 1 ടീസ്പൂണോളം അതിൻ്റെ പേസ്റ്റ് ചേർക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും ചേർക്കാം. അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സവോള ഇട്ടിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. അധികം നന്നായി ഒന്ന് മൂത്ത് കരിക്കൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് സവോള ഇട്ടിട്ട് നമുക്ക് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. സവോളയുടെ ഇത്രയൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇതും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചിപ്പുട്ടിലേക്കുള്ള സ്പൈസസ് ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇതൊക്കെ ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതേപോലെ അതിൻ്റെ സ്പൈസസിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ചിക്കൻ വേവിച്ചിട്ട് അത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ മസാലപ്പുട്ടിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ മുന്നേ തന്നെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തേങ്ങ ഇടുക, പിന്നെ നമ്മളുടെ ഈ ഇറച്ചി മസാല ഇടുക, പിന്നെ നനച്ച് വെച്ച പൊടി ഇടുക. അങ്ങനെ ലെയറായിട്ട് പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ മസാലപ്പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാലപ്പുട്ടെന്ന് ഇറച്ചിപ്പുട്ടെന്ന് എന്ത് വേണേലും പറയാം. ഇപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അടിപൊളി ഇറച്ചി കേക്കൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി ബജി, പിന്നെ നാരങ്ങ വെള്ളം കലക്കിയത്, പിന്നെ രാവിലത്തെ അടമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.